ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കടലുണ്ടി പക്ഷി സങ്കേതത്തിലാണ്. ഇത്രയും ശാന്തമായ ഒരു സ്ഥലം കേരളത്തിൽ ഉണ്ടെന്ന് പലർക്കും അറിയില്ല. കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ അതിർത്തിയിലായി കടലുണ്ടിപ്പുഴ അറബിക്കടലിൽ സംഗമിക്കുന്ന ചെറുദ്വീപുകളിലാണ് കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിയെ സ്നേഹിക്കുന്നവരും പക്ഷി നിരീക്ഷണം ഇഷ്ടപ്പെടുന്നവരും ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട സ്ഥലമാണിത്. നദിയും കടലും സംഗമിക്കുന്ന ഈ ആവാസ വ്യവസ്ഥയാണ് ആയിരക്കണക്കിന് പക്ഷികളെ ഓരോ വർഷവും ഇവിടെ എത്തിക്കുന്നത്. ഏകദേശം 3 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രദേശത്ത് കണ്ടൽക്കാടുകളും ചെറുദ്വീപുകളും ചതുപ്പു നിലയങ്ങളും മണൽത്തിട്ടകളും ചേർന്ന അതിമനോഹരമായ ഒരു പ്രകൃതി ലോകമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കുടിയേറ്റ പക്ഷികളാണ്. എല്ലാ വർഷവും നവംബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ യൂറോപ്പ്, സൈബീരിയ, മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് പക്ഷികൾ ഇവിടെ എത്തുന്നു. ഈ സമയത്താണ് കടലുണ്ടി യഥാർത്ഥ അർത്ഥത്തിൽ ഒരു പക്ഷി സ്വർഗമായി മാറുന്നത്. ബോട്ടിംഗ് ഇവിടെ സന്ദർശകരുടെ പ്രിയപ്പെട്ട അനുഭവങ്ങളിൽ ഒന്നാണ്. ശാന്തമായ ജലാശയത്തിലൂടെ ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ ഇരുവശങ്ങളിലുമുള്ള കണ്ടൽ കാടുകളും പക്ഷികളുടെ കൂട്ടങ്ങളും പ്രകൃതിയുടെ സംഗീതവും മനസ്സിന് അതിയായ ശാന്തി നൽകുന്നു. ഫോട്ടോഗ്രാഫർമാർക്കും ബേർഡ് വാച്ചർമാർക്കും കടലുണ്ടി ഒരു സ്വർഗമാണ്. അതിരാവിലെ സൂര്യോദയ സമയത്തോ വൈകുന്നേരത്തെ സ്വർണ്ണ നിറമുള്ള വെളിച്ചത്തിലോ ഇവിടെ ലഭിക്കുന്ന കാഴ്ചകൾ അതിമനോഹരമാണ്. കടലുണ്ടിപ്പുഴയും അതിൻ്റെ കൈവഴികളും മത്സ്യസമ്പന്നമാണ്. നിരവധി ഇനം മത്സ്യങ്ങൾ, ഞണ്ടുകൾ, കക്കകൾ, ചെമ്മീനുകൾ എന്നിവ ഇവിടെ ധാരാളമായി കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സമീപ പ്രദേശങ്ങളിലെ നിരവധി മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും ഈ പുഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷികൾ മാത്രമല്ല, കണ്ടൽക്കാടുകൾ ഈ പ്രദേശത്തിന്റെ മറ്റൊരു വലിയ സമ്പത്താണ്. ഇതിന്റെ വേരുകൾ മണ്ണൊലിപ്പ് തടയുകയും മത്സ്യങ്ങൾക്കും ഞണ്ടുകൾക്കും ചെമ്മീനുകൾക്കും സുരക്ഷിതമായ ആവാസ വ്യവസ്ഥ ഒരുക്കുകയും ചെയ്യുന്നു. കടൽ തീരത്തെ പ്രകൃതി ദുരന്തത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന പ്രകൃതിയുടെ മതിൽ തന്നെയാണ് കണ്ടൽക്കാടുകൾ. അതുകൊണ്ടാണ് കണ്ടൽക്കാടുകളെ പ്രകൃതിയുടെ ബോഡിഗാർഡ് എന്ന് പോലും വിളിക്കുന്നത്. ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം നവംബർ മുതൽ ഏപ്രിൽ വരെയാണ്. രാവിലെ 6 മണി മുതൽ 9 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെയും പക്ഷികളെ ഏറ്റവും നന്നായി കാണാൻ സാധിക്കും. 2021 നടന്ന ദാരുണമായ റെയിൽ അപകടത്തിന് ശേഷം പുതിയതായി നിർമ്മിച്ച പാലമാണ് ഈ മുന്നിൽ കാണുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ചതായിരുന്നു പഴയ പാലം. 100-ലധികം വർഷം പഴക്കമുണ്ടായിരുന്നു അതിന്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ.